ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉള്ളിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണിത്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അത്ര ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ഇട്ട് തരിക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ തരിക. അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് അതായത് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടുന്നത് നല്ല ചൂടുവെള്ളമാണ്. അത് 3/4 കപ്പോളം വെള്ളം ഒഴിച്ച്, വെള്ളത്തിൻ്റെ അളവ് അരിപ്പൊടിയുടെ ഇതനുസരിച്ച് പുട്ടുപൊടിയുടെ അനുസരിച്ച് മാറ്റം വരും. അത് കണക്കാക്കി നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഒത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് വെള്ളമൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റാനുണ്ട്. അതിലേക്ക് പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിന് അരിഞ്ഞതാണ്, നൈസ് ആയിട്ട് അരിഞ്ഞതാണിത്. അതൊന്ന് വഴറ്റിയെടുക്കണം. അത് കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇവിടെ ഒന്ന് ചെറുതാക്കി 2ആക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ കളർ ആവണമെന്നില്ല, ഇത് കുറച്ചൊന്ന് വഴണ്ടി വന്നാൽ മതി. നന്നായിട്ട് മൂത്തൊന്നും പോകണ്ട ഈ സവാള. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചെറിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് 2 കുറ്റി പുട്ടിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ 1/4 കപ്പ് തേങ്ങയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂത്തൊന്നും പോവേണ്ട. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സാണ് ചേർത്തെടുത്തിരിക്കുന്നത്. അതായത് മുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരു 3-4 മുളക്. നിങ്ങൾക്കത് ഓപ്ഷണലാണ്. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ പച്ചക്കറിക്ക് വേണ്ട, ഈ വെജിറ്റബിൾസിനും സവാളയ്ക്കും ക്യാരറ്റിനും ഒക്കെ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി മാത്രമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പുട്ടുപൊടിയൊക്കെ ഇതേൽ കറക്റ്റ് നനഞ്ഞ് വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ക്യാരറ്റും സവാളയൊക്കെ ഉള്ളേ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചെറിയ ചൂടോടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പുട്ടിൻ്റെ നനവറിയാലോ, ആ കണക്കാക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനുള്ളത്. ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ തരിക. ആ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്ത് ഓളനോഷനൂടെ ക്ലിക്ക് ചെയ്യുക. ആദ്യമേ കുറച്ച് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലെയറായിട്ട് പുട്ടുപൊടി. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതേപോലെ ഒന്ന് നമുക്കിത് നിറച്ച് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനി തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് ഞാനൊരു കുക്കറിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഞാൻ കുക്കറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം.
മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒരു ഉള്ളിപ്പുട്ട് തയ്യാറാക്കി നോക്കണം. വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റിയ പുട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത കുറ്റിയിലും ഇവിടെ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കിതിൽ കുത്തിയിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നല്ല സോഫ്റ്റ് പുട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.